മേജർ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ചിപ്കോ മൂവ്മെന്റ് ഇന്ത്യയിൽ നടന്ന ഒരു എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ്. നടന്ന വർഷം 1973. ലൊക്കേഷൻ ഉത്തരാഖണ്ഡ്. ചിപ്കോ മൂവ്മെന്റിന്റെ മെയിൻ ലീഡർ ആയിരുന്നു സുന്ദർലാൽ ബഹുഗുണ. ചണ്ഡിപ്രസാദും ഗൗരി ദേവിയും മറ്റു ലീഡേഴ്സ് ആയിരുന്നു. ചിപ്കോ മൂവ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിരുന്നു വനസംരക്ഷണം, വനനശീകരണം തടയുക തുടങ്ങിയത്. ഈ ചിപ്കോ മൂവ്മെന്റിൽ വില്ലേജിലുള്ള ജനങ്ങൾ മരമുറിക്കൽ തടയാൻ മരത്തെ ഹഗ് ചെയ്ത് പിടിച്ചു. അപ്പോൾ ഹിന്ദിയിൽ ചിപ്കോ എന്ന വാക്കിന്റെ മീനിങ് ഹഗ് എന്നാണ്. ബിഷ്ണോയ് മൂവ്മെന്റ് ഇന്ത്യയിൽ വളരെ പണ്ട് നടന്ന ഒരു എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആണ് ബിഷ്ണോയ് മൂവ്മെന്റ്. നടന്ന വർഷം 1730. ലൊക്കേഷൻ രാജസ്ഥാൻ. ലീഡർ അമൃത ദേവി. കെജേരി ട്രീസ് മുറിക്കുന്നത് തടയുക എന്നതായിരുന്നു മെയിൻ ഒബ്ജക്റ്റീവ്. അതിനുവേണ്ടി അമൃത ദേവിയും അമൃത ദേവിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ബിഷ്ണോയ് ഗോത്രവർഗക്കാരായ 363 പേരും അവരുടെ ജീവൻ ത്യജിച്ചു. അപ്പോൾ ഈ ഗോത്രവർഗക്കാരോടുള്ള ഈ ബിഷ്ണോയ് കമ്മ്യൂണിറ്റിയോടുള്ള ബഹുമാനാർത്ഥം അമൃത ദേവി ബിഷ്ണോയ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവാർഡ് നൽകി വരുന്നു. ഈ അവാർഡിന്റെ ഫസ്റ്റ് വിന്നർ ശ്രീ ഗംഗാറാം ബിഷ്ണോയ് ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ എൻവയോൺമെന്റൽ മൂവ്മെന്റ് നടന്ന വർഷം 1985. നടന്നത് ഗുജറാത്തിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമൊക്കെയായാണ് ഈ മൂവ്മെന്റ് നടന്നത്. ഇതിന്റെ മെയിൻ ലീഡേഴ്സ് എന്ന് പറയുന്നത് മേധാ പട്കറും ബാബ ആംതെയുമാണ്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നദികൾക്ക് കുറുകെ, പ്രത്യേകമായും നർമ്മദ റിവറിന് കുറുകെ വളരെ വലിയ ലാർജ് ഡാംസ് വരുന്നത് തടയുക എന്നതായിരുന്നു ഈ മൂവ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആണ് സൈലന്റ് വാലി മൂവ്മെന്റ്. ഇത് നടന്നത് കേരളത്തിലാണ് അല്ലെ, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ. ഈ സൈലന്റ് വാലി മൂവ്മെന്റിന്റെ നടന്ന വർഷം 1970. ഇതിന്റെ കീ ലീഡേഴ്സ് ആയിരുന്നു സുഗതകുമാരി, MK പ്രസാദ്, EK മാധവൻ, സലീം അലി തുടങ്ങിയവർ. സൈലന്റ് വാലി മൂവ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലിയിലെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉപേക്ഷിക്കുക എന്നതായിരുന്നു. ഇത് വനനശീകരണത്തിന് കാരണമാകുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ അഭിപ്രായപ്പെട്ടിരുന്നത്. ഈ മൂവ്മെന്റ് കാരണം 1985 നാഷണൽ പാർക്കായി സൈലന്റ് വാലിയെ പ്രഖ്യാപിച്ചു. നാഷണൽ പാർക്കായി സൈലന്റ് വാലിയെ 1985 പ്രഖ്യാപിച്ചത് രാജീവ് ഗാന്ധി ആയിരുന്നു. 1983 ഇന്ദിരാഗാന്ധിയാണ് ഈ ഡാം പദ്ധതി റദ്ദാക്കിയത്. അപ്പോൾ സൈലന്റ് വാലിയുടെ പ്രത്യേകത എന്താ? അവിടെ ചീവിടുകൾ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് അല്ലെ, ഒരു പരിസ്ഥിതി ലോല മേഖലയാണ് സൈലന്റ് വാലി എന്നുള്ളത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് മൂവ്മെന്റിലേക്ക് കടക്കാം. അടുത്ത മൂവ്മെന്റ് ആണ് അപ്പിക്കോ മൂവ്മെന്റ്. ഈ അപ്പിക്കോ മൂവ്മെന്റ് നടന്ന വർഷം 1983. ലൊക്കേഷൻ കർണാടക. ഇതിന്റെ ലീഡർ ആയിരുന്നു പാണ്ഡുരംഗ് ഹെഡ്ഗ്. ഒബ്ജക്റ്റീവ് ആയിരുന്നു വനനശീകരണം തടയുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇത് ചിപ്കോ മൂവ്മെന്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വന്ന പ്രസ്ഥാനമാണ് എപ്പിക്കോ മൂവ്മെന്റ് എന്നുള്ളത്. ജൽ സത്യാഗ്രഹ ഇന്ത്യയിൽ നടന്ന മറ്റൊരു എൻവയോൺമെന്റൽ മൂവ്മെന്റ് ആയിരുന്നു ജൽ സത്യാഗ്രഹ. നടന്ന സ്ഥലം മധ്യപ്രദേശ്. ഇയർ 2012. ലീഡർ മേധാ പട്കർ. പിന്നെ ഡാം പ്രോജക്റ്റുകൾക്ക് എതിരെയായിരുന്നു ഈ പ്രക്ഷോഭം മെയിൻ ആയിട്ട് നടന്നുവരുന്നത്. അതായത് ഈ കുറെ ഡാം പ്രോജക്റ്റുകൾ വരണ കാരണം റിവറിലെ വാട്ടർ ലെവൽസ് ഒക്കെ ഉയർന്നിട്ട് അത് ആളുകൾക്ക് ഭീഷണിയാവും. അപ്പൊ അത് കാരണം വാട്ടറിൽ കുറെ നേരം നിന്നിട്ട് ആളുകൾ ഇതിനെതിരെ പ്രക്ഷോഭം നടത്തി. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രക്ഷോഭത്തിനെയാണ് ജൽ സത്യാഗ്രഹ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.